നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ നേമം മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി സിപിഎമ്മും ബിജെപിയും. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തിയാണ് ചുവരെഴുതി പ്രചാരണം തുടങ്ങിയത്. മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ അവതരിപ്പിച്ച് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സിപിഐഎം വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഒരിടത്ത് നിയമം നന്മ തുടരും, മറ്റൊരിടത്ത് നമുക്ക് വേണം വികസിത നിയമം. സംസ്ഥാനത്തെ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി നേമം മാറുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയെ മുൻനിർത്തി സിപിഐഎം ഒരു വശത്തും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് മറുവശത്തും മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. സിപിഐഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ശിവൻകുട്ടിയല്ലാതെ മറ്റൊരു പേരില്ല. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് എംഎൽഎ കൂടിയായ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചായിരുന്നു പ്രചാരണത്തിന്റെ തുടക്കം. അതേസമയം നേമത്ത് താൻ മത്സരിക്കുമെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ചുവരെഴുതി പ്രചാരണം തുടങ്ങി. മണ്ഡലത്തിലെ തളിയൽ ജംഗ്ഷനിലുള്ള മതിലിൽ താമര ചിഹ്നത്തിന് നേരിട്ട് ചായം പൂശിയായിരുന്നു രാജീവിന്റെ തുടക്കം. താൻ തന്നെ സ്ഥാനാർത്ഥിയായി വരുമെന്ന പ്രതീക്ഷയും രാജീവ് പങ്കുവച്ചു. എൻ്റെ ആഗ്രഹം അതാണ്. അത് നാഷണൽ പാർട്ടി അത് തീരുമാനിക്കട്ടെ. അതിനുവേണ്ടി നാഷണൽ പാർട്ടി എനിക്ക് ഒരു അനുവാദം തരുമെന്ന് എനിക്കൊരു ഒരു വിശ്വാസമുണ്ട്. ബിജെപി സംസ്ഥാനത്ത് ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് നേമം. അതേ ബിജെപിയുടെ അക്കൗണ്ട് 2021 പൂട്ടിക്കാനായത് തുടരാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സിപിഐഎം. എന്നാൽ 2006 ശേഷം വഴങ്ങാത്ത മണ്ഡലം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിലും തകൃതിയായി നടക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.